നമസ്കാരം. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് ലോകശ്രദ്ധ നേടപ്പെടുന്ന തരത്തിലേക്ക് ഉയർന്നു വരുന്നു. കാരണം വിദേശ നിക്ഷേപത്തിലടക്കം മറ്റു രാജ്യങ്ങളോട് മത്സരിച്ച് കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഇന്ത്യ 10ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ നേട്ടങ്ങളാണ്. ടെക് സ്ഥാപനങ്ങൾക്ക് മികച്ച നിക്ഷേപ സ്ഥലം അതെവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് എന്ന് ലോകം തന്നെ തിരിച്ചറിഞ്ഞ വർഷമാണ് കടന്നുപോയത് എന്ന് പറയേണ്ടി വരും. 2014 ആമസോൺ വന്നു, പിന്നാലെ വാൾമാർട്ട് വന്നു, ഗൂഗിൾ വന്നു, മെറ്റ വന്നു, ഫോക്സ്കോണും നിക്ഷേപം ഇറക്കി ഈ ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിതമായ കേരളത്തിന് അവിടെ ഈ IT സേവനത്തിൻ്റെ ഒരു ഹബ്ബായി മാറുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്, അത് മറന്നു പോകരുത്. ഈ ടെക്സ് നിക്ഷേപങ്ങളെല്ലാം തന്നെ കേരളത്തിലെത്തിക്കാമായിരുന്നു, എന്നിട്ടെത്തിയോ? എന്നാൽ സങ്കടത്തോടെ പറയട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടി വിഷമത്തോടുകൂടി നമ്മൾ ഇതിനെ പറയട്ടെ, ഇങ്ങനെ വന്ന നിക്ഷേപത്തിൻ്റെ ചില്ലിക്കാശ് കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാടും കർണാടകവും മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളും, മുംബൈയും ഗുജറാത്തും തെലുങ്കാനയും ഒക്കെ UPയും ഒക്കെ ഈ പണം കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വൻതോതിൽ നിക്ഷേപം എത്തുമ്പോഴൊക്കെ, അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷിയിലേറെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിന് എന്ത് നേട്ടമുണ്ടായി, എന്ത് നേടിയെടുക്കാൻ കഴിഞ്ഞു? അതിൻ്റെ ഗുണഭോക്താവാകാൻ ഈ കേരളത്തിന് സാധിക്കേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ട് സാധിച്ചില്ല? എന്നാൽ നമ്മെ ഭരിക്കുന്നവരുടെ തലതിരിഞ്ഞ നയങ്ങൾ അത് നമ്മളെ തിരിച്ചു കടിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജ്യത്തിലേക്ക് വൻതോതിൽ നിക്ഷേപം എത്തുമ്പോഴും അതിൻ്റെ ഗുണഭോക്താവായി മാറേണ്ട കേരളം, അല്ലെങ്കിൽ ഗുണഭോക്താകാൻ കേരളത്തിന് ഒരിക്കലും സാധിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. രാജ്യം കൈവരിക്കുന്ന പുരോഗതിയുടെ ബസ് അത് മിസ് ചെയ്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട് എന്നുകൂടി പറയട്ടെ. കാരണം നിക്ഷേപ സമാഹരണങ്ങൾ പരമാവധി നടത്തുന്നുണ്ട് എല്ലാ മേഖലകളിലും, എല്ലാ സംസ്ഥാനങ്ങളിലും. പല രാജ്യങ്ങളും തിരിച്ചറിയുന്ന, ലോകരാജ്യങ്ങളടക്കം തിരിച്ചറിയപ്പെടുന്ന IT മേഖലയുടെ ഹബ്ബായി തീരുന്ന ഒരു ഇടമായി ഇന്ത്യ മാറുന്നു. നിക്ഷേപ സമാഹരണം ചെയ്യാൻ കഴിയുന്ന ഒരു ഇടമായി ലോകത്തിൽ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന അത്തരത്തിലൊരിടമായി മാറുന്നു എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞ വർഷമാണ് 2023 എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുമ്പോഴും അതിൻ്റെ ഗുണഭോക്താകാൻ കഴിയാതെ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്ത കേരളത്തിന്, ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള IT പാർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തിരുവനന്തപുരത്തിന്, കേരളത്തിന് ഗുണഭോക്താകാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇവിടുത്തെ ഭരണകർത്താക്കളുടെ പിടിപ്പുകേടാണെന്ന് പറയേണ്ടി വരും. മറ്റ് പല സംസ്ഥാനങ്ങളും, നമ്മുടെ അന്യ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാടും കർണാടകയും ആന്ധ്രയും തെലുങ്കാനയും ഗുജറാത്തും ബീഹാറും, എന്തിന് മഹാരാഷ്ട്ര വരെ, ഇതിൽ നിന്ന് നേടിയെടുക്കാവുന്ന നേട്ടങ്ങൾ, നിരവധി നിക്ഷേപങ്ങൾ അവർ കൈക്കലാക്കി മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. വേണമെന്ന് തോന്നുന്നതിന് മാത്രം ലഭിക്കുന്ന രീതി. അവിടെ കാവി ഉടുത്തവനെന്നോ കോൺഗ്രസ്സുകാരനെന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ രാഷ്ട്രീയ ഭേദമന്യെയാണ് ചിന്തിക്കേണ്ടത്. ജനങ്ങൾക്ക് വ്യാവസായികമായിട്ടുള്ള പുരോഗമനം ഉണ്ടാകണമെന്ന് തോന്നുന്ന ഒരു മനസ്സുള്ള ഭരണാധികാരി ഉണ്ടായിരുന്നാൽ മതി, ആ സംസ്ഥാനം അല്ലെങ്കിൽ ആ രാജ്യം പുരോഗമനത്തിലേക്ക് കുതിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് പോകുവാനും നിക്ഷേപങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ കഴിയുമെന്നും ലോകത്തിന് ഉറപ്പ് കൊടുത്ത ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്നുള്ളത്. ആ നരേന്ദ്രമോദിയുടെ ആ ഉറപ്പിന് പുറത്താണ് പല ലോകശക്തികളും, വൻ വ്യവസായ മേഖലയിലെ ശൃംഖലയിലെ ഭീമന്മാരും ഇന്ത്യയിൽ മുതൽ മുടക്കാമെന്നും നിക്ഷേപം നടത്താമെന്നും കരുതി ഇന്ത്യയിലേക്ക് എത്തിയത്. പക്ഷേ അതിൻ്റെ ഗുണഭോക്താകാൻ ഒരിക്കലും കേരളത്തിനായില്ല എന്നുള്ളത് സങ്കടകരമാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ IT പാർക്കുള്ളത് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കാണ്. ആ പാർക്കിലേക്ക് വ്യവസായ നിക്ഷേപം കൊണ്ടുവരുവാൻ കഴിയാത്തവണ്ണം മണ്ടന്മാരുടെ ഒരു സമൂഹം ഇവിടെ ഭരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത് എന്ന് പറയേണ്ടി വരുന്നത് സങ്കടകരമാണ്. കാരണം ഇവിടുത്തെ ഭരണകർത്താക്കളുടെ പിടിപ്പുകേട്, മികവില്ലായ്മ, വ്യവസായവൽക്കരണം അല്ലെങ്കിൽ വ്യാവസായികമായിട്ടുള്ള വിപ്ലവം ഉണ്ടാക്കി പുരോഗമനം ഉണ്ടാക്കണമെന്നുള്ള തോന്നൽ അതില്ലാതായി പോവുകയും എല്ലാത്തിനോടും രാഷ്ട്രീയപരമായി മാത്രം സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പരാജയപ്പെട്ടു പോയത് ഈ നേട്ടങ്ങൾ, ഈ നിക്ഷേപങ്ങൾ കൈക്കലാക്കാൻ കഴിയാതായി പോയതുകൊണ്ട്. അവരുടെ ഭരണ മികവല്ല, പകരം നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ല എന്ന് ജനം വിളിച്ചു പറയുന്ന തരത്തിലേക്ക് നിങ്ങൾ തരംതാണു പോയിരിക്കുന്നു. ഇനിയെങ്കിലും ഈ സർക്കാർ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നുകൂടി പറയട്ടെ. കാരണം വലിയ ഭീമന്മാരാണ് ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയത്. അത് സ്വീകരിക്കുവാനും അതിൻ്റെ ഗുണഭോക്താകുവാനും
കേരളത്തിനായില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം കേരളത്തിൽ ഭരിക്കുന്നവരുടെ ഭരണ മികവ് എന്ന് പറയപ്പെടുന്നത് ഇല്ല എന്ന് പറയേണ്ടി വരും. അത് വളരെ സങ്കടകരവുമാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ വ്യവസായം ഉണ്ടാകണമെന്ന് പറയുമ്പോഴും ഉണ്ടാകാൻ പോകുന്ന വ്യവസായത്തിന് മുന്നിൽ കൊടികെട്ടി വെച്ച് അവിടെ സമരം ചെയ്ത് വ്യവസായം ചെയ്യാൻ വരുന്നവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെടുന്ന തരത്തിലേക്കുള്ള പ്രവണത കേരളത്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണ്. അതായത് വ്യവസായികൾ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിക്ഷേപ സമാഹരണം നടത്താനും നിക്ഷേപം നടത്താനും കഴിയാതെ പല ഭീമന്മാരായിട്ടുള്ള വ്യവസായ ഭീമന്മാരും മടങ്ങുന്നത് എന്ന് പറയേണ്ടി വരും. അതിൻ്റെ നേട്ടം കേരളത്തിന് കിട്ടുന്നില്ല എങ്കിൽ അതിനർത്ഥം ഇവിടുത്തെ ഭരണാധികാരികൾ ശരിയല്ല എന്ന് തന്നെയാണ്.